ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സീക്രട്ട് ലവറിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജുന്നും ലിയോവും പിന്നെ ടുവോയും എല്ലാം തന്നെ ഇപ്പോൾ ജുന്നിൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. ജുന്നിൻ്റെ പാരൻസിൻ്റെ കൂടെ ഇങ്ങനെ ഫുഡ് കുക്ക് ചെയ്യാണ്. ഇതിൽ അമ്മ ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് ജുന്നിൻ്റെ അച്ഛനും കൂടെ ആക്കിയിട്ട് അമ്മ കാണാതെ എടുത്ത് കഴിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പാരൻസ് കാണാത്ത സമയത്ത് ജുന്നുമായിട്ട് ഫ്ലേർട്ട് ചെയ്യാനും ടുവോ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ലിയോ ആണെങ്കിൽ സൈഡിൽ നിന്ന് ബ്ലഷ് ആവുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ടുവോ ആണെങ്കിൽ ബാൽക്കണിയിൽ അവിടെ വന്ന് നിൽക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ലിയോ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ടുവോ ആണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് കണ്ടിട്ട് ലിയോ ആണെങ്കിൽ എന്തോ പറ്റി, നീയാണെങ്കിൽ ജുന്നിൻ്റെ മറുപടി ഓർത്ത് ടെൻഷനായി ഇരിക്കുവാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ടുവോ ജുന്നിൻ്റെ അടുത്ത് നീ എൻ്റെ കൂടെ വന്ന് താമസിക്കുന്നോ എന്ന് ചോദിച്ചതിന് ജുന്നാണെങ്കിൽ ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവൻ്റെ മറുപടി എന്നോർത്ത് ടുവോയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ലിയോ അപ്പോൾ അവൻ ചിലപ്പോൾ എസ് പറഞ്ഞാലോ എനിക്ക് പിന്നെ നിനക്ക് സന്തോഷമാവത്തില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ടുവോ ആണെങ്കിൽ അവൻ എസ് പറഞ്ഞാലും എനിക്കെന്തോ ടെൻഷൻ പോലെയുണ്ട്, നീ തന്നെ നോക്കിക്കേ, അവൻ അവൻ്റെ പാരൻസിൻ്റെ കൂടെ എന്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്, അപ്പോൾ ഞാനായിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതും ചിലപ്പോൾ ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ ലിയോ ആണെങ്കിൽ നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടും, ഒരുപക്ഷെ ജുന്നാണെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന പോലും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജുന്ന് അവരുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വരുന്നതാണ് കേട്ടോ. ടുവോ ആണെങ്കിൽ ലിയോന് വിഷയം മാറ്റാൻ പറഞ്ഞിട്ട് ഒന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ജുന്ന് അവരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ലിയോ ആണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റേൺഷിപ്പ് എങ്ങനെയൊക്കെ പോകുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു വിഷയം പറ്റി സംസാരിക്കുന്നുണ്ട്. അവർ ടൈമിന് ജുന്നാണെങ്കിൽ വാ നമുക്ക് അകത്തിരുന്ന് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലിയോയും ടുവോയും കൂടെ ആയിട്ട് പോകാനായി ഇറങ്ങുന്നുണ്ട്. ആ സമയം ജുന്ന് ഫുഡ് അങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ ചോദിച്ചപ്പോൾ പൊളിയാണെന്ന് പറഞ്ഞിട്ട് ലിയോ ബായ് പറഞ്ഞ് പോകുന്നുണ്ട്. ലിയോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വഴിയാണ് പോകുന്നത്. അങ്ങനെ പിന്നീട് കുറച്ച് ദൂരത്തേക്ക് ജുന്നാണെങ്കിൽ ടുവോയുടെ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് അവരാണെങ്കിൽ ഒരു ആൾക്കാരും കാണാത്തൊരു ഏരിയ എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് ജുന്നാണെങ്കിൽ ടുവോനൊന്ന് കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ടുവോയുടെ അടുത്ത് നിന്ന് ഇത്ര നേരം ഒരുമാതിരി ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ പറഞ്ഞോ, നീയും ലിയോയും നേരത്തെ എന്താ സംസാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ടുവോ ആണെങ്കിൽ അതൊന്നുമില്ല, ജസ്റ്റ് ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ, പിന്നെ നിൻ്റെ എൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നുണ്ടെന്നും അവൾ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സമയം ജുന്നിനാണെങ്കിൽ അത് വിശ്വാസമാകുന്നില്ല. കാരണം ജുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അവൻ വരുന്ന ടൈമിന് വിഷയം മാറ്റാനായിട്ട് ടുവോ ആണെങ്കിൽ ലിയോന് ആക്ഷൻ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജുന്നാണെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നീ തുറന്ന് പറഞ്ഞോ, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ആ സമയം ടുവോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ബായ് പറഞ്ഞ് പോവുകയാണ്. എന്നാൽ അല്പം ദൂരം പോയിട്ട് അവൻ തിരിച്ചു വന്നിട്ട് ജുന്നിനെ കിസ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനിപ്പോൾ ശരിക്കും പോവാണെന്ന് പറഞ്ഞിട്ട് ബായ് പറഞ്ഞ് പോകുന്നുണ്ട്. പിറ്റേ ദിവസം ജുന്നും ലിയും കൂടെ ആയിട്ട് ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ അവിടെയാണെങ്കിൽ ഏതോ ഒരു പയ്യൻ എന്തോ ഒരു ഗെയിമിംഗ് ഡിസൈൻ ചെയ്തപ്പോൾ ഒരു സിമ്പിൾ വർക്കിൽ എറർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർക്ക് ആ ഒരു ഗെയിം ഫ്രീ ആയിട്ട് എടുത്ത് കളിക്കാൻ പറ്റി. അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ട് ആ പയ്യനാണെങ്കിൽ ലീവ് എടുക്കുകയും ചെയ്തു. ഇതിപ്പോൾ ശരിക്കും ജുന്നാണ് ചെയ്തതെന്ന് എഴുതിയിട്ട് ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ദേഷ്യപ്പെടാണ്. എന്നാൽ ഇവൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഏത് പയ്യനാണ് ഇത് ചെയ്തതെന്ന്. അതുകൊണ്ട് തന്നെ അവരവിടെ ഇരുന്നുകൊണ്ട് തന്നെ മെസ്സേജ് അയച്ച് ചുമ്മാ ജുന്ന് ഇതിനൊക്കെ വഴക്ക് കേൾക്കേണ്ടി വരുന്നല്ലോ, ചെയ്തവനാണെങ്കിൽ കള്ളത്തരം കാണിച്ച് വീട്ടിൽ ഇരിക്കുവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ജുന്നിന് നല്ല സങ്കടമാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജുന്ന് റൂഫ് ടോപ്പിൽ നിൽക്കുന്ന ടൈമിന് ലിയോ ആണെങ്കിൽ ഒരു കോഫിയും വാങ്ങിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് വരാണ്. ജുന്ന് ഒരുമാതിരി വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് അവളാണെങ്കിൽ ജുന്നിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് സ്കൂൾ ലൈഫ് എന്തൊരു ഈസി ആയിരുന്നു, സത്യം പറഞ്ഞാൽ മാർക്ക് നന്നായിട്ട് വാങ്ങണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു കാര്യം. ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടേണ്ട അവസ്ഥയാണല്ലോ. ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യൻ അനുഭവിക്കേണ്ടത്. യുവോയ്ക്ക് അവിടെ ഈസി ആയിരിക്കും, അതിന് ഇഷ്ടപ്പെട്ട ഒരു ആർക്കിടെക്റ്റിൻ്റെ കൂടെ തന്നെ എല്ലാവരും വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ചുണ്ണാണെങ്കിൽ നീ എന്നെ വീട്ടിൽ വന്നപ്പോൾ ടുവോയുടെ അടുത്ത് എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്, സത്യം പറയാം നിങ്ങൾ ഇൻറ്റേൺഷിപ്പിനെ പറ്റിയിട്ടല്ലോ സംസാരിച്ചാൽ എന്താ കാര്യം പറഞ്ഞു തരാനായിട്ട് പറയുന്നുണ്ട്. അവിടെ നിന്ന് പിന്നീട് സീൻ കെട്ടായിട്ട് ടുവോനെ കാണിക്കുവാണെങ്കിൽ അവനിപ്പോൾ അവൻ്റെ ഇൻറ്റേൺഷിപ്പ് സ്ഥലത്തിരിക്കുകയാണ്. ആ ടൈമിന് അങ്ങോട്ടേക്ക് വാങ് എന്ന് പറഞ്ഞ അയാൾ വരുന്നുണ്ട്. വന്നിട്ട് പറയുന്നുണ്ട് നമുക്കാണെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് ഇട്ടിട്ടുണ്ട്, 3 ബിസിനസ് ഹോട്ടൽസാണ് നമുക്ക് ചെയ്യാനുള്ളത്, അതിന് വേണ്ടിയിട്ട് ഞാൻ കൂടെ സെലക്ട് ചെയ്യുന്നത് ടുവോനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിംഗ് റൂമിൽ വേറെ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു. അവർ സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചു, എന്നാൽ ടുവോനെയാണ് സെലക്ട് ചെയ്തത്. എന്തായാലും അവർ പറയുന്നുണ്ട് അവരുടെ അടുത്ത് കൺഗ്രാറ്റ്സ് ഒക്കെ. അതിനുശേഷം പിന്നെ ടുവോ ആണെങ്കിൽ കോഫി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വാങ് വരുന്നുണ്ട്. വാങ്ങിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നെ സെലക്ട് ചെയ്തതെന്നൊക്കെ. എന്നിട്ട് വാങ്ങിന് ഒരു കോഫി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ ടുവോ ഉണ്ടാക്കുന്ന നേരെ ശരിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ വാങ് ഞാൻ ഉണ്ടാക്കി കാണിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ടുവോയ്ക്ക് നേരെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ടുവോയും പിന്നെ ജുന്നും കൂടെ ആയിട്ട് നൈറ്റ് ഒരുമിച്ച് വീട്ടിൽ പോകുമ്പോൾ ടുവോയ്ക്ക് ഇതുപോലെ വാങ്ങിൻ്റെ അവിടെ 3 ബിസിനസ് ഹോട്ടൽസിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയെന്നൊക്കെ സംസാരിച്ച് പോകുന്നുണ്ട്. ആ സമയം ജുന്നാണെങ്കിൽ സത്യം പറഞ്ഞ വിഷമത്തിലാണ്. കാരണം അവനവിടെ ചെല്ലുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് വഴക്ക് കിട്ടുകയാണ്. എന്നാൽ ടുവോ ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഇവനതൊന്നും ടുവോടെ തുറന്ന് പറയുന്നില്ല. ടുവോനെ ജസ്റ്റ് ഹഗ് ചെയ്തിട്ട് ഞാൻ ഭയങ്കര ടയേർഡാണെന്ന് മാത്രം പറയുന്നുണ്ട്. ജുന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് കുളിച്ചിട്ടൊക്കെ റൂമിലേക്ക് വന്നിരുന്ന് കുഞ്ഞായിരുന്ന ടൈമിന് ടുവോടെ ചെയ്ത ഡ്രോയിങ്ങിൻ്റെ ഒരു ബുക്കും സംഭവമൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം ജുന്നിനാണെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾക്ക് തന്നെ ഇങ്ങനെ വഴക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവൻ തിരിച്ചൊന്നും പറയുന്നില്ല, വഴക്കെല്ലാം കേട്ട് പിടിക്കുന്നുണ്ട്. അതേസമയം ടുവോ ആണെങ്കിൽ അവൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട്
തന്നെ അവൻ പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫോട്ടോയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം ജുന്നാണെങ്കിൽ നിനക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനുശേഷം ടുവോയും വർക്ക് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. വീണ്ടും ജുന്നിനെ കാണിക്കുകയാണെങ്കിൽ നൈറ്റ് ആകുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും പോകുന്നുണ്ട്. ജുന്ന് ഒരുമാതിരി ഇരിക്കുന്ന കണ്ടിട്ട് ആരും തന്നെ അവനെ ശല്യം ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ അവനോട് ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയമെല്ലാം തന്നെ ടുവോ ആണെങ്കിൽ ഓരോരോ നല്ല ഏരിയാസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ടുവോയ്ക്കാണെങ്കിൽ വർക്കിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അവനും തിരിച്ച് വീട്ടിൽ വരുന്നുണ്ടായിരുന്നില്ല. ഒരു ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നത്. ഒത്തിരി നേരം കഴിഞ്ഞിട്ടും അവൻ്റെ മെസ്സേജ് ജുന്ന് കാണാത്തതുകൊണ്ട് തന്നെ ടുവോ ആണെങ്കിൽ റിപ്ലൈ വരുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. ആ സമയം അവനും വാങ്ങും ഒരുമിച്ചായിരുന്നു സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങാണെങ്കിൽ അവനെ കണ്ടിട്ട് നിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? അന്ന് നിന്നെ കൊണ്ടുവിട്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു നിങ്ങളുടെ ഒരു ബോയ് ഫ്രണ്ട്സ് ആണെന്ന്. ഈ വക കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഞാൻ ശരിക്കും അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് എനിക്ക് നിന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വർഷം കൂട്ടായിരുന്നെന്നൊക്കെ പറഞ്ഞാലും റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ജുന്നാണെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് നേരെ വന്നത് ടുവോയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ ഇപ്പോൾ ടുവോ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ ടുവോനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ടുവോ അയച്ച മെസ്സേജൊക്കെ അവൻ നോക്കുന്നത്. അടുത്ത ദിവസം കോളേജിലേക്ക് ചെല്ലുമ്പോൾ ടുവോനെ കാണാനായിട്ട് അവൻ്റെ ക്ലാസ്സിലേക്ക് ജുന്ന് പോകുന്നുണ്ട്. അവിടെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ടുവോ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടുവോയ്ക്ക് ഇന്റേൺഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവൻ ലീവ് എടുത്തു എന്ന് ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്. സമയം ജുന്നാണെങ്കിൽ ടുവോയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് നീ ക്ലാസ്സിന് വരുമെന്നല്ലേ പറഞ്ഞത്, എന്ത് പറ്റി നീ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ടുവോ തിരിച്ചൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് പെട്ടെന്നൊരു ഫീൽഡ് വിസിന് പോവേണ്ട സിറ്റുവേഷൻ വന്നു, എനിക്ക് എൻ്റെ അടുത്ത് പറയാൻ പറ്റിയില്ല, സോറി എന്ന്. അങ്ങനെ ജുന്നാണെങ്കിൽ ആ മെസ്സേജ് നോക്കിയ ശേഷം അങ്ങ് നടന്നു പോകുമ്പോഴത്തേക്കും ആ കോളേജിലുള്ള മറ്റു കുറച്ച് കപ്പിൾസൊക്കെ ഒരുമിച്ച് സംസാരിച്ചവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അത് കാണുമ്പോൾ അവൻ ടുവോനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അതേസമയം ലിയു അവൻ്റെ അടുത്തേക്ക് വരാണ്. ജുന്ന് ഇതുപോലെ ഒരുമാതിരി നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും അവൾ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജുന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ടുവോ അടുത്തില്ലാത്ത സിറ്റുവേഷൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കുഞ്ഞിലെ തൊട്ട് എപ്പോഴും അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന്. ആ സമയം ലിയു പറയുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായില്ലേ, അപ്പോൾ കുറച്ചിങ്ങനെ മാറിയിരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഫീൽ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഈവനിങ് ജുന്ന് അവൻ്റെ റൂമിൽ നിൽക്കുന്ന ടൈമിന് ടുവോ മെസ്സേജ് അയച്ചിട്ട് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് എത്തി എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കാനായിട്ട് ജുന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കാരണം ആ സമയത്ത് ജുന്ന് കുളിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എന്നാൽ അവൻ്റെ മുടി പോലും തുടയ്ക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഡ്രസ്സും ചേഞ്ച് ചെയ്ത് നേരെ ടുവോയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും ടുവോ ഇവനെ കാണുമ്പോഴത്തേക്കും മുടി നനഞ്ഞിരിക്കുന്ന കണ്ടിട്ട് എന്ത് പറ്റി, നീ ആണെങ്കിൽ ഇപ്പോൾ കുളിച്ചിട്ട് നേരെ ഇങ്ങനെ വന്നതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും തന്നെ ജുന്ന് മറുപടി കൊടുക്കാൻ നിൽക്കുന്നില്ല. ടുവോനെ അവൻ കിസ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ അതിനെ ഒത്തിരി മിസ് ചെയ്തു എന്ന് പറയുമ്പോൾ ടുവോയും ജുന്നിനെ തിരിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് അന്ന് ജുന്ന് അവിടെയാണ് സ്റ്റേ ചെയ്തത്. അടുത്ത ദിവസം രാവിലെ ജുന്നാണെങ്കിൽ ടുവോയുടെ അടുത്ത് ഞാനാണെങ്കിൽ നിൻ്റെ അവിടെ വന്ന് താമസിക്കാം, എനിക്ക് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ടുവോ ആണെങ്കിൽ അത് വേണ്ട, നിൻ്റെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല, നീയാണെങ്കിൽ വന്ന് താമസിക്കാമെന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ എന്തോ നിൻ്റെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് അകറ്റാൻ എനിക്ക് ഇഷ്ടം തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജുന്ന് നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഞാൻ നിൻ്റെ അവിടെ നിന്ന് താമസിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ പാരൻസിനെ കാണാതിരിക്കത്തൊന്നുമില്ലല്ലോ, എപ്പോഴും ഞാൻ വീട്ടിലേക്ക് പോകുമല്ലോ, പിന്നെന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജുന്നിൻ്റെ സാധനങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ സമയം ഇത്ര പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ജുന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സാധനങ്ങളെല്ലാം അടുക്കി വെക്കുന്ന ടൈമിന് ടുവോ ആണെങ്കിൽ ജുന്നിന് വേണ്ടിയൊരു മോതിരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് പ്രപ്പോസ് ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും പരസ്പരം മോതിരമൊക്കെ ഇങ്ങനെ കയ്യിലിട്ട് കൊടുക്കുകയാണ്. ആ ഒരു ടൈമിനാണ് കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ജുന്നാണെങ്കിൽ അത് ആരാന്നിങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു കുഞ്ഞു പയ്യനാണെങ്കിൽ ജുന്നിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അച്ചാന്ന് വിളിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. ജുന്നിന് ഇത് ഏതാ ചെക്കനെന്ന് മനസ്സിലാവുന്നില്ല. ഇത് കേട്ടുകൊണ്ട് ടുവോയും വന്നിട്ട് ഇത് ഏതാ കൊച്ച് എന്ന രീതിയിൽ നോക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് തന്നെ ബൈ.